ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഹെൽത്തി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റായിട്ടും കോട്ടിങ് നല്ല തിന്നായിട്ടും ചെയ്തെടുക്കുന്നൊരു ഇലയടയാണ്. ഇത് ഞാൻ വട്ടയിലയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വാഴയിലയിലും ചെയ്തെടുക്കാം. വട്ടയിലയിൽ ചെയ്തെടുക്കുമ്പോൾ വേറൊരു ഫ്ലേവറും കൂടിയാണ്. അതിനു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പ് മാവിന് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പും ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. അത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് 2 കപ്പ് മാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. കൈവിടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കാം. അതിനായിട്ട് ആവശ്യത്തിനുള്ള ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പോളം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നല്ലോണം തിളച്ച് ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിലുള്ള കല്ലും പൊടിയൊക്കെ മാറിക്കിട്ടാനാണ് അരിച്ചെടുക്കുന്നത്. അതിനുശേഷം വേറൊരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലിട്ടേക്കണം. അതിലോട്ട് ഈ അരിച്ച് വെച്ചേക്കുന്ന ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല. അതിലോട്ട് 2 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 ഏത്തൻ പഴം ഞാൻ ചെറുതായിട്ട് കട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഫ്ലേവറിനായിട്ട് 2 ഏലക്ക ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് അവൽ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര നന്നായിട്ട് വറ്റി വരുന്നതുവരെ നന്നായിട്ട് കൈവിടാണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര വറ്റി വരുന്ന സമയം കൊണ്ട് മാവ് തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആകുന്നതുവരെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇതൊന്ന് മൂടി വയ്ക്കാം. മിക്സിൽ ശർക്കര പാനി 3/4 ഭാഗം വറ്റി വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വറ്റിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ഡ്രൈ ആകണ്ട. തണുത്തതിന് ശേഷം കുറച്ചുകൂടി ഡ്രൈ ആയിക്കോളും. മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് മതി. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാവെടുത്ത് ഓരോരോ ബോൾസാക്കി എല്ലാം മാറ്റിയെടുക്കാം. ഒരുപാട് ചെറിയ ബോൾസ് ആക്കണ്ട. കുറച്ച് വലിയ രീതിയിലാണ് ബോൾസാക്കി എടുക്കാനുള്ളത്. ഇതുപോലെ എല്ലാം ബോൾസാക്കി എടുക്കാം. ഇത് ഞാൻ പ്രസ്സിലിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിന് മുകളിൽ ഒരു കവറിട്ട് ബോൾസൊക്കെ ഇതുപോലെ പരത്തിയെടുക്കാം. ഇട്ട് കൊടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ചിലപ്പം പൊട്ടിപ്പോവും. ഇലയിലോട്ട് മാറ്റിയതിന് ശേഷം കൈ നന്നായിട്ട് നനച്ചതിന് ശേഷം കട്ടിയായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൈ ഡ്രൈ ആയാൽ കൈ നനച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം ഇതിലോട്ട് ഫില്ലിങ്സ് പകുതി ഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഭാഗം മാത്രം ഫില്ലിങ്സ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒരുപാട് കൂടുതലും ആവരുത്, നല്ല കുറച്ചും ആവരുത്. ഫില്ലിങ്സ് നല്ല രീതിയിൽ വെച്ച് കൊടുക്കണം. അത് വച്ചതിന് ശേഷം ഇല ഒരു ഭാഗത്തോട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ പ്രസ്സിൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഈ ലീഫിനെ കമഴ്ത്തി വെച്ച് അത് തിരിച്ചിട്ടെടുത്താലും മതി. ഇങ്ങനെ ചെയ്താൽ മാവ് കയ്യിലെടുക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ മാവ് പൊട്ടിപ്പോകത്തില്ല. ഈ രീതിയിലും ചെയ്തെടുക്കാം. ഇതും അതുപോലെ തന്നെ ഫില്ലിങ്സ് പകുതി ഭാഗത്ത് വെച്ച് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്ട്രീംഡ് സ്നാക്സാണ്. എന്തായാലും ചെയ്ത് നോക്കണം.
ഈ ലീഫ് ഇല വേണമെന്നില്ല, വാഴയില ആയാലും മതിയാകും. ഇനി ഇതൊന്ന് ആവിയേറ്റി കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റോളം മതിയാകും. എല്ലാ എഡ്ജ് ഭാഗത്തും നല്ലോണം പ്രസ്സാക്കി വെക്കണം. അടച്ച് വെച്ച് 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഓൾ.